ഹലോ, അങ്ങനെ നെക്സ്റ്റ് ഡേ ഇൻ പോർച്ചുഗൽ. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഒരു നേച്ചർ പാർക്കിൽ വന്നിരിക്കുകയാണ്. ലിസ്ബണിൽ തന്നെയുള്ള ഒരു നേച്ചർ പാർക്കാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഫുൾ മലയൊക്കെയാണ്. ആൻഡ് ഈ നേച്ചർ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേച്ചർ പാർക്കിനുള്ളിൽ തന്നെ ഒരു 4 to 5 വേൾഡ് ഫേമസ് ബീച്ചസ് ഉണ്ട്. ഒന്നിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കടലിൻ്റെ കളറൊക്കെ ആക്ച്വലി മറ്റേ ടർക്കോയിസ് ബ്ലൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ടർക്കോയിസ് ബ്ലൂ കടൽ കാണുന്നത്. അപ്പം ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ ഇതൊരു ബീച്ച് സ്പോട്ടാണ്. ഹായ്. ഒരു ബീച്ച് സ്പോട്ടാണ്. ഇതത്ര തിരക്കുള്ളൊരു ബീച്ച് സ്പോട്ടല്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സൺബെഡ്സും ഒക്കെ ഉള്ളൂ. ഇവിടെ അധികം സ്വിമ്മിങ്ങിനൊന്നും ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടല്ല. പക്ഷേ സ്വിമ്മിങ്ങിന് ഇറങ്ങാനും ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബീച്ചുകൾ വേറെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നിലായിട്ട് വിസിറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. ഇവിടെ നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോർച്ചുഗലിൽ വരുവാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നാച്ചുറൽ പാർക്കിൽ N37-9 എന്ന് പറഞ്ഞൊരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയിൽ 14 കിലോമീറ്റേഴ്സ് ഈ മല കയറി തിരിച്ചിറങ്ങിയാൽ ഓൺ വൺ സൈഡ് കടൽ, ദി അതർ സൈഡ് മല. അടിപൊളി വ്യൂ ആണ്. ഞാനിത് കയറാൻ പോവാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് ഭാഗമൊക്കെ കണ്ടു. ആക്ച്വലി എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റോഡ് ഇങ്ങനെ കയറി വരുന്നതാണ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ടർക്കോയിസ് ബ്ലൂ കടലും വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെയും കാണിച്ചു തരാം. നമുക്കപ്പോൾ അടുത്ത ബീച്ചിലോട്ട് പോകാം. പോർച്ചുഗൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വരാതെ പോവുകയും ചെയ്യരുത്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ കൊടുത്തിരിക്കാം. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ലിസ്ബൺ ആൻഡ് പോർച്ചുഗൽ എന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഒരു റൂട്ട് യൂറോപ്പിലെ തന്നെ മോസ്റ്റ് സീനിക് റൂട്ടായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു റൂട്ടാണ് ഈ N37-9 ഹൈവേ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ. നമുക്കധികം ഇതിന് എൻട്രി ഫീയോ അങ്ങനത്തെ കോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആകെ കൂടി ഈ ബീച്ചുകളിൽ പോകുമ്പോഴത്തേക്കും പാർക്കിങ്ങിനായിട്ട് നിങ്ങൾ 15 സെൻസ് അങ്ങനെയുള്ള കുറച്ച് പൈസ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം. അല്ലാണ്ട് വേറെ എക്സ്പെൻസസ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സും കഫേസിലൊക്കെ കയറണമെങ്കിൽ ഡെഫിനറ്റ്ലി, അല്ല ഇപ്പോൾ സ്വന്തമായിട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്, ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീച്ചസിലൊക്കെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ലിസ്ബൺ സിറ്റിയിൽ നിന്ന് വെറും 35 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞൊരു ഹെവൻ ഓൺ എർത്തിലേക്ക്. ഈ കാണുന്നൊരു വ്യൂ ആണ് നമ്മൾ താഴോട്ട് 14 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിറങ്ങുമ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ ഇരുന്ന പോലെ തന്നെ പല വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്ത് സ്ഥലങ്ങൾ കാണുകയും ഈ വ്യൂ എൻജോയ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു ബീച്ച് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു അടിപൊളി ബീച്ചായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അങ്ങോട്ട് നീങ്ങി നടന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രൈവറ്റ് ബീച്ച് പോലെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊണ്ടുവരാം. ബിക്കോസ് അൺബെഡ്സ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്യാഷ് തന്നെ വേണം, കാർഡ് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ നിങ്ങൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ബോട്ട് ടൂറും കയാക്കിംഗ് ടൂറും ഡോൾഫിൻ ടൂറൊക്കെ പോകാൻ പറ്റും. സോ അതും ഒരു അടിപൊളി ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അങ്ങനെ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ഇൻ പോർച്ചുഗലാണ്. ഞാനിന്ന് ഇപ്പം ലിസ്ബൺ സിറ്റി കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് സ്പോട്ട്സൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഇത് ടവർ ഓഫ് ബെഹൽം എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി കടലിലോട്ട് ഇറങ്ങിയാണ് ഇതിരിക്കുന്നത്. ഒരു പഴയൊരു ടവറാണ്. പണ്ടത്തെ രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു ടവറാണ്. അപ്പോൾ ആ ടവർ ഒരു വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ ലിസ്ബൺ ആണ്. അപ്പോൾ അത് കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഓട്ടോ യൂറോപ്പിൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. പോളണ്ടിൽ ഇത് സത്യം പറഞ്ഞാൽ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിസ്ബണിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു ഫാസിനേഷൻ ആയിരുന്നു. ടുക് റൈഡ് എന്നാണ് പറയുന്നത്. ലിസ്ബൺ സിറ്റി മൊത്തം ഇതിൽ കൊണ്ട് കാണിച്ചു തരും. നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുവിധം ഏറ്റവും കൂടുതലും ഓടിക്കുന്നത് ഇന്ത്യൻസ് തന്നെയാണത്. നാട്ടിലൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാൽ അതേ ഒരു ഫീൽ കിട്ടിയിട്ടോ. വേറെ ഒന്നും കണ്ടില്ല. നാട്ടിലും ഇതേപോലെ ഓരോ ആൾക്കാർ നമ്മുടെ പുറകെ ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ട് നടക്കില്ലേ, അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകെ കൂടും എന്തെങ്കിലും നമ്മളെ കൊണ്ട് മേടിപ്പിക്കാനായിട്ട്.
ഇവർ രണ്ടുപേരും നല്ല അന്താരാഷ്ട്ര ചർച്ചയിലാണ് ഇതെന്താണെന്നും ഇതെപ്പോൾ ഉപയോഗിച്ചതാണെന്നും എന്തിനുപയോഗിച്ചതാണെന്നും ഒക്കെ. സത്യം പറഞ്ഞാൽ ഇത് പഴയ കാലഘട്ടത്തിൽ പോർച്ചുഗൽ ഡിഫൻസ് സിസ്റ്റവും അതേപോലെ തന്നെ മിലിറ്ററിയും യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് കാലഘട്ടങ്ങളിൽ വാട്ടർ ലാൻഡ് ചെയ്യാൻ പറ്റിയൊരു എയർക്രാഫ്റ്റാണിത്. അങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ടവർ ഓഫ് ബെഹൽം. ഇതിലോട്ട് കയറാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യൂ കണ്ടപ്പോഴത്തേക്ക് കയറാനുള്ള മൈൻഡൊക്കെ ആക്ച്വലി പോയി. ഇവിടെ കയറാനായിട്ട് €10 പെർ പേഴ്സൺ ആണ് വരുന്നത്. ആൻഡ് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ആണ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി. Hello. Hi. Do you take card? Yes. Yes. Okay. How much? 15 for one, refills 5. Refill is fine. ഈ കാണുന്ന കേട്ടോ പോർച്ചുഗലിലെ ഫേമസ് സ്വീറ്റ്. ഇതിൻ്റെ പേരാണ് പാസ്റ്റൽ ഡി നാത്ത. എവിടെ പോലും നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഇതൊരു കസ്റ്റർഡ് ഫിൽ ടാർട്ടാണ്. പോർച്ചുഗീസുകാർ പൊതുവേ സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ കൂടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതേപോലത്തെ സ്വീറ്റ്സ് ആൻഡ് പേസ്ട്രി ഷോപ്സാണ്. പോളണ്ടിൽ ഇങ്ങനെ കാണാൻ കിട്ടില്ല. പോളിഷുകാർക്ക് കുറച്ചുകൂടെ ഉപ്പും പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇത് ലിസ്ബണിൽ തന്നെ ഒരു മെയിൻ സ്ക്വയർ ആട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു വീക്കെൻഡ് ആണെന്ന്. വീക്കെൻഡ് ഒന്നും അല്ല കേട്ടോ, ഇതൊരു വർക്കിംഗ് ഡേ തന്നെയാണ്. ഈ തിരക്കിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. US നിന്നുള്ളൊരു കൂറ്റൻ ക്രൂയിസ് ഷിപ്പ് ഇവിടെ വന്ന് ഹോൾട്ട് ചെയ്തിട്ടുണ്ട് 1 വീക്കത്തേക്ക്. കൂടുതലും റിട്ടയർമെൻറ്റിലുള്ള ആൾക്കാർ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ യൂറോപ്പ് വഴി സ്പ്രെഡ് ഔട്ട് ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിസ്ബൺ മെയിൻ സ്ക്വയറിനടുത്ത് തന്നെ ഇന്ത്യൻസ് ആൻഡ് ബംഗ്ലാദേശികളുടെ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ തന്നെയുണ്ട്. ഇന്ത്യൻ ഷോപ്സും പലതരം. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെത്തിയോ എന്ന് തോന്നിപ്പോകും. ബിക്കോസ് അവിടെ പോർച്ചുഗീസുകാരെ ഒന്നും കാണാൻ കിട്ടില്ല. അങ്ങനെ ആ സ്ട്രീറ്റിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം പോർച്ചുഗീസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫൈനലി ഇന്ത്യൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പോർച്ചുഗൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് പോളണ്ടിലോട്ട് പോകാനായിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലിസ്ബൺ എയർപോർട്ടിലാണുള്ളത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. സെയിം കണക്ഷൻ ലിസ്ബൺ ടു സൂറിച്ച് ടു പോളണ്ട്. വെക്കേഷൻ അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല വെതറായിരുന്നു. അപ്പോൾ ഈ ലിസ്ബൺ പോർച്ചുഗൽ വെക്കേഷൻ വീഡിയോ മിക്കവാറും ഞാൻ പാർട്ട് 1 and 2 ആയിട്ടായിരിക്കും ഇടുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ 2 വീഡിയോസും എൻ്റെ പോർച്ചുഗൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പോയ ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ സീ യു നെക്സ്റ്റ് ടൈം. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.